യോശുവ അധ്യായം 11. അനന്തരം ഹാസോർ രാജാവായ നോബീൻ ഇത് കേട്ടപ്പോൾ അവൻ മാറോൻ രാജാവായ യോബാബ്, ശമര്യ രാജാവ്, അക്ഷാബ് രാജാവ് എന്നിവരുടെ അടുക്കലും വടക്ക് മലമ്പ്രദേശത്തും കിന്നരോത്തിന് തെക്ക് സമഭൂമിയിലും താഴ്വരയിലും പടിഞ്ഞാറ് ദോർ സമതലത്തുള്ള രാജാക്കന്മാരുടെ അടുക്കലും കിഴക്കും പടിഞ്ഞാറുമുള്ള കനാന്യർ, പർവ്വതങ്ങളിലെ അമോര്യർ, ഹിത്യർ, പെരിസ്യർ, യെബൂസ്യർ, മിസ്പെ ദേശത്ത് ഹെർമോന്റെ അടിവാരത്തുള്ള ഹിവ്യർ എന്നിവരുടെ അടുക്കലും ആളയച്ചു. അവർ കടൽക്കരയിലെ മണൽ പോലെ അനവധി ജനവും വളരെയേറെ കുതിരകളും രഥങ്ങളും അടങ്ങിയ സൈന്യവുമായി പുറപ്പെട്ടു. ആ രാജാക്കന്മാർ എല്ലാവരും ഒന്നിച്ചുകൂടി ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുവാൻ മേരോൻ തടാകത്തിനരികെ വന്നു പാളയമിറങ്ങി. അപ്പോൾ ദൈവം യോശുവയോട്, അവരെ ഭയപ്പെടേണ്ട, ഞാൻ നാളെ ഈ നേരത്തെ അവരെ എല്ലാം ഇസ്രായേലിന്റെ മുമ്പിൽ മരിച്ചു വീഴുമാറാക്കും. ഞാൻ അവരുടെ രഥങ്ങൾ തീയിട്ട് ചുട്ടുകളയും. അങ്ങനെ യോശുവയും സൈന്യവും മേരോൻ തടാകത്തിനരികെ പെട്ടെന്ന് അവരുടെ നേരെ വന്ന് അവരെ ആക്രമിച്ചു. ദൈവം അവരെ ഇസ്രായേലിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ അവരെ തോൽപ്പിച്ചു. മഹാനഗരമായ സീദോൻ വരെയും ജലാശയം വരെയും കിഴക്കോട്ട് മിസ്പെ താഴ് വീതി വരെയും അവരെ ഓടിച്ചു. ആരും ശേഷിക്കാത്ത വിധം സംഹരിച്ചു കളഞ്ഞു. ദൈവം തന്നോട് കൽപ്പിച്ചതുപോലെ യോശുവ അവരോട് ചെയ്തു. അവരുടെ രഥങ്ങൾ തീയിട്ടു ചുട്ടുകളഞ്ഞു. യോശുവ കാലത്ത് ഹാസോർ പിടിച്ചു. അതിലെ രാജാവിനെ വാൾ കൊണ്ട് കൊന്നു. ഹാസോർ മുമ്പ് ആ രാജ്യങ്ങൾക്ക് എല്ലാം മൂലസ്ഥാനമായിരുന്നു. അവർ അതിലെ സകല മനുഷ്യരെയും വാളിന്റെ വായ്ത്തലയാൽ വെട്ടി നിർമൂലമാക്കി. ആരും ജീവനോട് ശേഷിച്ചില്ല. അവൻ ഹാസോരിനെ തീയിട്ട് ചുട്ടുകളഞ്ഞു. ആ രാജാക്കന്മാരുടെ എല്ലാം പട്ടണങ്ങളെയും അവയിലെ രാജാക്കന്മാരെ എല്ലാം യോശുവ പിടിച്ചു വാളിന്റെ വായ്ത്തലയാൽ വെട്ടി നിർമൂലമാക്കി കളഞ്ഞു. ദൈവത്തിന്റെ ദാസനായ മോശ കൽപ്പിച്ചതുപോലെ കുന്നുകളിലെ പട്ടണങ്ങളെല്ലാം ഇസ്രായേൽ ചുട്ടുകളഞ്ഞു. ഹാസോർ യോശുവ ചുട്ടുകളഞ്ഞു. ഈ പട്ടണങ്ങളിലെ കൊള്ളയെയും കന്നുകാലികളെയും ഇസ്രായേൽ മക്കൾ തങ്ങൾക്ക് തന്നെ എടുത്തു. എങ്കിലും മനുഷ്യരെ എല്ലാവർ വാളിന്റെ വായ്ത്തലയാൽ സംഹരിച്ചു. ആരെയും ജീവനോടെ ശേഷിപ്പിച്ചില്ല. ദൈവം തന്റെ ദാസനായ മോശയോട് കൽപ്പിച്ചതുപോലെ മോശ യോശുവയോട് കൽപ്പിച്ചു. യോശുവ അങ്ങനെ തന്നെ ചെയ്തു. ദൈവം മോശയോട് കൽപ്പിച്ചതിൽ ഒന്നും അവൻ ചെയ്യാതെ വിട്ടില്ല. ഇങ്ങനെ മലനാടും തെക്കേ ദേശമെല്ലാം ഗോഷ്യൻ ദേശവും താഴ്വീതിയും സമതലവും മലനാടും അതിൻ്റെ താഴ്വീതിയും
സെയീരിലേക്കുള്ള കയറ്റത്തിലേ മല തുടങ്ങി ഹെർമോൻ പർവ്വതത്തിൻ്റെ അടിവാരത്തുള്ള ലെബാനോൻ താഴ്വരയിലെ ഗാദ് വരെയുള്ള ദേശമെല്ലാം യോശുവ പിടിച്ചു. അവിടങ്ങളിലെ സകല രാജാക്കന്മാരെയും അവൻ പിടിച്ചു കൊന്നു. ആ രാജാക്കന്മാരോട് എല്ലാം യോശുവ വളരെ കാലം യുദ്ധം ചെയ്തിരുന്നു. ഇസ്രായേൽ നിവാസികളായ ഹിവ്യർ ഒഴികെ ഒരു പട്ടണക്കാരും ഇസ്രായേൽ മക്കളോട് സഖ്യം ചെയ്തില്ല. അവരെ ഇസ്രായേലർക്ക് വേലക്കാരാക്കി. ശേഷമെല്ലാം അവൻ യുദ്ധത്തിൽ പിടിച്ചടക്കി. ഇത് ദൈവത്താൽ സംഭവിച്ചു. അക്കാലത്ത് യോശുവ ചെന്ന് മലനാടായ ഹെബ്രോൻ, ദെബീർ, അനാബ്, ഹെബൂദ മലനാട്, ഇസ്രായേല മലനാട് എന്നീ സ്ഥലങ്ങളിൽ നിന്നെല്ലാം മല്ലന്മാരെയും സംഹരിച്ചു. അവരുടെ പട്ടണങ്ങളോടുകൂടി യോശുവ അവരെ നിർമൂലമാക്കി. ഗസ്സയിലും ഗത്തിലും അസ്തോനിലും മാത്രമല്ലാതെ ഇസ്രായേൽ മക്കളുടെ ദേശത്തെങ്ങും ഒരു വീരനും ശേഷിച്ചിരുന്നില്ല. ദൈവം മോശയോട് കൽപ്പിച്ചതുപോലെ യോശുവ ദേശം മുഴുവനും പിടിച്ചു. യോശുവ അതിനെ ഇസ്രായേലിന് ഗോത്രവിഭാഗപ്രകാരം ഭാഗിച്ചു കൊടുത്തു. ഇങ്ങനെ യുദ്ധം തീർന്നു. ദേശത്തിന് സമാധാനം വന്നു. ദൈവമേ സ്തുതി, നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുന്നു.